തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകിയമ്മയുടെ സംസ്കാരം ഇന്ന് മൈസൂരുവിൽ നടക്കും. കനിയനഹുണ്ടിയിലുള്ള നവീൻ ഫാം ഹൌസിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം നടക്കുക. ജാനകിയമ്മയുടെ അന്ത്യാഭിലാഷ പ്രകാരമാണ് മൈസൂരിലെ ഫാം ഹൌസിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനമുണ്ടാകും. മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യ ജാനകിയമ്മയുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. തെലുങ്ക് ബ്രാഹ്മണ ആചാരപ്രകാരമാകും സംസ്കാര ചടങ്ങുകൾ. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം ഉൾപ്പെടെ 17ലധികം ഭാഷകളിലായി 40,000-ലധികം ഗാനങ്ങൾ ആലപിച്ച ശേഷമാണ് ഈ സംഗീത ഇതിഹാസം വിടവാങ്ങിയത്. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് 7:30ഓടെയായിരുന്നു അന്ത്യം. മരണവിവരം കൊച്ചുമകൾ അപ്സര വിദ്യുലയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. കുടുംബം കടുത്ത ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പ്രയാസകരമായ സമയത്ത് തങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും അപ്സര അഭ്യർത്ഥിച്ചു. അവരുടെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി സംഗീത സിനിമാ ലോകത്തെ പ്രമുഖരും ആയിരക്കണക്കിന് ആരാധകരും മൈസൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മൃതദേഹം പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേക പവലിയൻ ഒരുക്കിയാണ് പൊതുദർശനം. VIP-കൾക്കായി പ്രത്യേക സംവിധാനം ഉണ്ടായിരിക്കും. വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ആൾക്കൂട്ടം നിയന്ത്രിക്കാനായി മൈസൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജാനകിയമ്മ എന്നേവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഏറ്റവും പ്രതിഭാധനയായ ഗായികമാരിൽ ഒരാളാണ്. 20ഓളം ഭാഷകളിൽ 20,000-ലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79-ാം വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. തൊട്ട് തലേ വർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനകളിലെ അമ്മപ്പൂവിന് എന്ന താരാട്ടാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി 17ഓളം ഭാഷകളിലായി 48,000-ഓളം ഗാനങ്ങൾക്ക് ഇവർ ശബ്ദമേകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് കന്നഡയിലും മലയാളത്തിലുമാണ്. 4 തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. 2013-ൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മഭൂഷൺ നിരസിച്ച ജാനകിയമ്മയുടെ വേർപാടിൽ സംഗീത ലോകവും ആരാധകരും കടുത്ത ദുഃഖത്തിലാണ്. തലമുറകളെ താരാട്ടുപാടി ഉറക്കിയ പ്രണയരാവുകൾക്ക് കൂട്ടിരുന്ന വാനമ്പാടിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. 1956-ൽ ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ ലഭിച്ച 2ാം സ്ഥാനത്തോടെയാണ് ജാനകിയമ്മയുടെ സംഗീത ജീവിതം തുടങ്ങിയത്. വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയായിരുന്നു ചലച്ചിത്രം സംഗീത ലോകത്തേക്ക് കടന്നുവരവ്. ആന്ധ്രയിൽ ജനിച്ച തമിഴകത്തിലൂടെ വളർന്ന എസ് ജാനകിയെ മലയാളത്തിന്റെ സ്വന്തമാക്കി മാറ്റിയത് സംഗീത സംവിധായകൻ MS ബാബുരാജ് ആയിരുന്നു. 1957-ൽ പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാളത്തിലെ അരങ്ങേറ്റം. എന്നാൽ ബാബുരാജ് ജാനകി കൂട്ടുകെട്ട് മലയാള സിനിമാ സംഗീതത്തിൽ സമാനതകളില്ലാത്ത ഒരു ചരിത്രം കുറിച്ചു. തളിരിട്ട കിനാക്കൾ തൻ, വാസന്ത പഞ്ചമി നാളിൽ തുടങ്ങിയ ഗാനങ്ങളിലൂടെ മലയാളി ഹൃദയങ്ങളിൽ ജാനകിയമ്മ സ്ഥിരപ്രതിഷ്ഠ നേടി. 1938 ഏപ്രിൽ 23-ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. 10-ാം വയസ്സിൽ പൈതി സ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിച്ചു. ജാനകിയുടെ സംഗീത വാസന വളർത്തുന്നതിൽ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖർ നിർണായക പങ്കുവഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഗീത പഠനത്തിനായി പിൽക്കാലത്ത് മദ്രാസിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.